ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെൻ്റെ ഫസ്റ്റ് എവർ ലോങ് വീഡിയോ ആണ്. എനിക്ക് ആക്ച്വലി എവിടെയാണ് നോക്കി സംസാരിക്കേണ്ടത് പോലും അറിയാൻ പാടില്ല. ഇതെൻ്റെ ഒരു ട്രയൽ വീഡിയോ ആണ്. ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഐ തോട്ട് ഷോർട്സ് മാത്രം ഇട്ടാൽ മതി, ഒന്ന് റീച്ച് ആയി കഴിഞ്ഞിട്ട് മതി ലോങ് വീഡിയോസൊക്കെ ഇടാമെന്നാണ്. പക്ഷേ 1 മന്തിന് മുകളിലായിട്ടും ഷോർട്സിന് വലിയ റീച്ച് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഐ തോട്ട് ഇനി ലോങ് വീഡിയോ ആയിട്ട് ട്രൈ ചെയ്തില്ല എന്ന് വേണ്ട. സോ ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട് മൈ ഫസ്റ്റ് എവർ ലോങ് വീഡിയോ. എനിക്കറിയാൻ പാടില്ല, എൻ്റെ കയ്യിൽ മൈക്കില്ല, നല്ലൊരു ക്യാമറ ക്വാളിറ്റി ഇല്ല, പിന്നെ എനിക്ക് എടുക്കാനും അറിയില്ല, എവിടെ നോക്കി സംസാരിക്കേണ്ടതെന്ന് അറിയില്ല, ഇവിടെയാണോ എനിക്കറിയാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ കുറേ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാം, കാരണം ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. ഒരു നോർമൽ ഡേ ഇൻ മൈ ലൈഫ്. നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ അപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്തോളൂ, കാരണം ഇതൊരു ഫസ്റ്റ് വീഡിയോ ആണ്. എനിക്കറിയാം ഇത് 20 വ്യൂസ് 30 വ്യൂസുകളുള്ളിൽ ഡെഡ് ആവുമെന്ന്. അപ്പോൾ ഈ ഒരു യൂട്യൂബ് ചാനലിലേക്ക് ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ആക്ച്വലി കുറച്ച് പ്ലാൻസ് ഉള്ള ദിവസമായിരുന്നു. പുറത്ത് പോകണം. ഞാൻ എവിടെ നോക്കി സംസാരിക്കണം, ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, ഞാൻ ഇങ്ങനെ നോക്കി സംസാരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ അപ്പ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ പറയണം അവിടെ നോക്കി സംസാരിക്കണോ ഇവിടെ നോക്കി സംസാരിക്കണമെന്ന്, കാരണം എനിക്കറിയാൻ പാടില്ല. ഇന്ന് ആക്ച്വലി കുറച്ച് പ്ലാൻസ് ഉള്ള ദിവസമായിരുന്നു. പുറത്ത് പോകണം, കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം എന്നുള്ള ദിവസമായിരുന്നു. പക്ഷേ നമ്മുടെ വീട്ടിൽ പണി നടക്കുന്നത് കൊണ്ട് ഇന്ന് നമുക്ക് പുറത്ത് പോകാൻ പറ്റില്ല. അവിടെ പുറത്ത് ഇൻ്റർലോക്ക് ചെയ്യാൻ പോവാണ്, കട്ട വിരിക്കാൻ പോവാണ്. അപ്പോൾ അതിന് കുറച്ച് വിഷ്വൽസൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് പുറത്ത് പോവില്ല. അപ്പോൾ വീടിനകത്തുള്ള ഒരു നോർമൽ ഡേ ഇൻ മൈ ലൈഫാണ് നമ്മൾ കാണിക്കുന്നത്. രാവിലെ എണീറ്റു, കുളിച്ചു, ഇനി ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ്. കുറച്ച് ഹെൽത്തി കട്ടനാണ്, പിന്നെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എന്നെ കൊണ്ട് ആക്ച്വലി വീട്ടിൽ ഒരു പണി എടുപ്പിക്കാറില്ല, പാത്രം പോലും കഴിപ്പിക്കാറില്ല. പക്ഷേ ഇന്നോട് സവാള അരിഞ്ഞു തരാൻ പറഞ്ഞിരിക്കുകയാണ്. സോ ഞാൻ ഈ അവസരം മുതലെടുക്കുന്നു. അപ്പോൾ ഞാൻ അരിഞ്ഞിട്ട് വരാം. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സവാള അരിഞ്ഞു കൊടുക്കാം, കാരണം എനിക്ക് ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ തോന്നിയ സമയത്ത് ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. ഇത്ര നാളെ ഞാൻ അങ്ങനെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ മുതൽ കുറച്ച് ഹെൽത്തി പാതയിലേക്കാണ്. അപ്പോൾ സമയത്തിന് ഫുഡ് കഴിക്കണം. അപ്പോൾ നമുക്കിവിടെ ഞാൻ കാണിച്ചാൽ സ്വീറ്റ് പൊട്ടറ്റോ ആണ്. പണ്ടതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കണ്ടം വഴി ഓടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതൊക്കെ ഞാൻ അമ്മയോട് പൈസ കൊടുത്ത് മേടിക്കാൻ പറയും അവസ്ഥ. ഈ സാധനത്തിൻ്റെ ടേസ്റ്റ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, പക്ഷേ ഓൺലി ബിക്കോസ് ഇറ്റ് ഈസ് ഹെൽത്തി, അതുകൊണ്ട് മാത്രമാണ് നമ്മളത് കഴിക്കും. ടേസ്റ്റൊക്കെ ഉണ്ട്, മധുരമുള്ളതുകൊണ്ട് കുഴപ്പമില്ല. കഴിക്കാൻ പറ്റുന്നില്ല ഗൈസ്. പാത്രം കഴുകിപ്പിക്കില്ല എന്ന് പറഞ്ഞത് പോരാളി കേട്ടു. നമ്മളിതാ സവാള അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യൂഷ്വലി ഞാനിതൊന്നും ചെയ്യാറില്ല, അതിന് തന്നെ നല്ല കണ്ണരിച്ചിൽ എനിക്ക് ഉണ്ടായിരുന്നു. പണിയെടുപ്പിക്കില്ല എന്ന് പറഞ്ഞ് എൻ്റെ പ്രതികാരം തോന്നും. ഫുൾ പണിയാണ്, തേച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഡ്രസ്സിനെ. ഓക്കെ, എനിക്ക് ആക്ച്വലി നല്ലോണം അയേൺ ചെയ്യാനൊന്നും അറിയില്ല കേട്ടോ. ഞാൻ ഈ കാണിച്ചതൊക്കെ വെറുതെ. ഇത് കഴിഞ്ഞ് വീണ്ടും അമ്മ വന്ന് തന്നെ തേക്കേണ്ടി വന്നു. പക്ഷെ ഇത്രയും പണിയെടുത്തപ്പോൾ തന്നെ ഞാൻ ക്ഷീണിച്ച് കിടന്നു അവിടെ. കാരണം ഞാനിതൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ എൻ്റെ ബോഡിക്കൊന്നും ഇത് യൂസ്ഡല്ല. അതുകൊണ്ട് ഞാൻ അവിടെ കിടന്നു. നിങ്ങളിതൊക്കെ കാണുമ്പോൾ ഇത് എന്ത് കോപ്രായെന്ന് വിചാരിക്കും. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഇൻ്റർലോക്ക് ചെയ്ത പണി കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ, പുറത്തേക്ക് ഇറങ്ങാനുള്ള മടി കാരണം ഞാൻ ഇവിടെ നിന്നുള്ള വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പോയ പ്ലാൻസൊക്കെ തിരിച്ചു വന്നു. ഞാൻ ഇപ്പോൾ പുറത്ത് പോവാണ് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട്. പോയിട്ട് വരാൻ സമയമില്ല. അമ്മയും ഞാനും പോകാനായിരുന്നു പ്ലാൻ, പക്ഷേ പണി നടക്കുന്നതുകൊണ്ട് അമ്മയ്ക്ക് വരാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പ്ലാൻ ക്യാൻസൽ ചെയ്ത് പിന്നെ അമ്മാമ്മ വന്നുകൊണ്ട് നമ്മൾ വിചാരിച്ചു അമ്മാമ്മയുടെ കൂടെ പോവാം. പിന്നെ നമുക്ക് ഇവിടുന്ന് ബസ്സൊക്കെ കുറവാണ്, അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ടൈമിൽ ഇവിടുന്ന് ഇറങ്ങി ഒരു ബസ്സൊക്കെ കിട്ടി. പിന്നെ നമ്മളിത് ആ ഷോപ്പിലെത്തി. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കാണ്, ചവിട്ടി, വീട്ടിലേക്കുള്ള അല്ലറ ചില്ലറ ഐറ്റംസ്, കാർപ്പറ്റ്, അങ്ങനെയൊക്കെയാണ് നോക്കാൻ വന്നത്. പിന്നെ നമ്മളിത് ആ സൂപ്പർ മാർക്കറ്റിൽ വന്നിരിക്കുകയാണ് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ. ഇത് എൻ്റെ മാത്രം വാശി കൊണ്ട് വന്നതാണ്. ഇവിടെ വരേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല, പക്ഷേ എനിക്കത് ഇത് വേണമെന്നും പറഞ്ഞു എനിക്കിവിടെ ഇങ്ങനെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഫേവറേറ്റ്, എനിക്കിങ്ങനെ ഗേളായിട്ടിരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യാനാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, റാദർ ദാൻ ഇനി മേക്കപ്പ് ഓർ ഇനി സ്കിൻ കെയർ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ ഗ്രോസറി ഷോപ്പിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മളത് ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ് ഗൈസ്. ഞാൻ ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ അമ്മേനെ വിളിച്ച് പറയും ഇത് വേണോ അത് വേണോ. അമ്മ എല്ലാം വേണ്ടെന്ന് പറയുള്ളൂ, പക്ഷേ ഞാൻ അതെടുത്ത് ഇങ്ങനെ പെട്ടിയിലേക്ക് ഇടും. ഇതെൻ്റെ വരക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ. കണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ ഞാൻ ഹെൽത്തി കുട്ടി ആയതുകൊണ്ട് ചപ്പാത്തിയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെല്ലാം കൂടിയും ഓട്ടോ വിളിച്ച് പോവേണ്ടി വന്നു. ബക്കറ്റ് സാധനങ്ങളൊക്കെ മേടിച്ച് പുറത്തു പോയി വന്നു. ലോങ് വീഡിയോ തന്നെ
സംസാരിക്കണം എന്ന് എനിക്കറിയാം, പക്ഷേ പുറത്തിറങ്ങിയിട്ട് സംസാരിക്കാനുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ പുറത്തിറങ്ങിയിട്ട് സംസാരിക്കാണ്ടിരുന്നത്. ഞാൻ പുറത്തു പോയേക്കായിരുന്നു, വന്നു, ചായയൊക്കെ കുടിച്ചു, ഇപ്പം റെസ്റ്റ് എടുക്കുകയാണ്. പിന്നെ ഇവിടം വരെയൊന്നും ആരും കാണൂല എന്ന് എനിക്കറിയാം, പക്ഷെ ഇപ്പം നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. ഇറ്റ് മീൻസ് എ ലോട്ട് ടു മീ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിരുന്നു. ഓക്കെ, ഞാൻ രാത്രി ഫുഡും കൂടിയും കഴിക്കുന്നത് കണ്ടിട്ട് ഈ വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അതിൽ എന്തെങ്കിലും ഇടയിൽ നടക്കുകയാണെങ്കിൽ ഞാൻ കാണിക്കാം. പിന്നെ ഫ്രണ്ടിലുള്ള പണി കഴിഞ്ഞിട്ടില്ല. പണി കഴിഞ്ഞിട്ട് ഞാൻ കട്ടയില്ല ഇൻ്റർലോക്ക് ചെയ്തതിൻ്റെ ഒരു വീഡിയോ വിഷ്വലും കൂടി കാണിച്ചിട്ട് എൻഡ് ചെയ്യാം. ഞാൻ സാലഡ് ഉണ്ടാക്കി, പക്ഷേ അത് വായിൽ വയ്ക്കാൻ കൊള്ളില്ലായിരുന്നു. എനിക്ക് സാലഡൊന്നും പറ്റില്ല, എനിക്കത് മനസ്സിലാക്കി. എൻ്റെ അമ്മാമ്മ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ആലോചിക്കുമ്പോൾ ഇച്ചിരി വിഷമൊക്കെ ഉണ്ട്. കുറേ സാധനങ്ങൾ, അത് കുറച്ചൊന്നുമല്ല, കുറേ ഉണ്ടാക്കി, ഒരു കിൻഡിൽ കണക്കിലുണ്ടാക്കി. അതൊക്കെ പോയി വീട്ടിൽ കൊണ്ടില്ലെന്നേ ഉള്ളൂ. ഇനി ഞാൻ ചോറും ചിക്കൻ കറിയും കഴിക്കട്ടെ ഗൈസ്. പിന്നെ റൂമിൽ വന്ന് നമുക്ക് കുറച്ച് അടുക്കി പറക്കി ഒതുക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്ത്, പിന്നെ രാത്രിയായപ്പോൾ ചപ്പാത്തിയും ചിക്കൻ കറിയും, പിന്നെ ഞാൻ ആ സാലഡ് ഉണ്ടാക്കിയതിൻ്റെ കുറച്ച് ബാക്കി വൈറ്റ് തന്നെ ഇരിപ്പുണ്ടായിരുന്നു, വെള്ളക്കടല, അതും കൂട്ടി കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ചപ്പാത്തിയും ചിക്കൻ കറിയും. ഞാൻ ഈ ലോങ് വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. ഇനിയൊന്നുമില്ല, ഞാൻ കുറച്ച് നേരം ഫോണിലൊക്കെ കളിച്ചിട്ട് കിടന്ന് ഉറങ്ങും. എനിക്കറിയാം ഞാനിതൊരു പട്ടിക്കൊലത്തിലാണ് നിൽക്കുന്നതെന്ന്, മേക്കപ്പ് ഒന്നുമില്ല, പക്ഷേ ഞാൻ ഇങ്ങനെയാണ് വീട്ടിൽ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ തന്നെ ചെയ്യാം, അതിനു വേണ്ടി എഫേർട്ട് എടുത്ത് വേറൊരു രീതിയിലായി പോവും. ഇതിപ്പോൾ ലൈക്ക് ഞാൻ എങ്ങനെയാണോ അത് റിയലായിട്ട് ഹോണസ്റ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കുകയാണ്. സോ പ്ലീസ് ഡോണ്ട് ജഡ്ജ്. ഓക്കെ, ഞാൻ നൈറ്റ് ഒക്കെ വെക്കുന്നത്, അവിടെ എനിക്ക് ചെറിയൊരു നാണമുണ്ട്, പക്ഷെ എന്നാലും നോർമലായിട്ട്. ഓക്കെ, പിന്നെ ഇവിടം വരെ കണ്ട എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ്. ഇനി ഞാൻ ലോങ് വീഡിയോസ് ഇടുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. മേ ബി ഇടും, ഇല്ലെങ്കിൽ ഇടില്ല. എൻ്റെ ഒരു സേഫ് സൈഡ് എപ്പോഴും ഷോർട്സാണ്, അത് നമുക്ക് കുറച്ച് എളുപ്പപ്പണിയാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ബാക്കി നാളെ കാണാം. ബൈ.